ഒരു എബോള സംശയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു, അത് നെഗറ്റീവായോ? അത് നെഗറ്റീവായി. രാത്രി 10:30-ക്കാണ് പൂന വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. രോഗിയെ ഹോം ക്വാറൻറ്റൈനിലേക്ക് അയച്ചു. പിന്നെ ഹോം ക്വാറൻറ്റൈൻ എത്ര ദിവസം വേണമെന്നുള്ളത് മെഡിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സാധാരണ 21 ദിവസമാണ്, പക്ഷെ അവർക്ക് യാതൊരു എബോള ലക്ഷണം ഇല്ലാത്ത സ്ഥിതിക്ക് 21 വേണോ എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് തീരുമാനിക്കട്ടെ. അവർ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോയി, ഒഴിഞ്ഞു. നിലവിൽ ഈ ഷിഗല്ല കേസ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പെർ ഡേ കൂടുതൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ല, ഇപ്പോൾ അത് കൺട്രോൾഡാണ്. മരണങ്ങൾ ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നല്ല പ്രിക്കോഷൻ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അതെ, അതെ, അത് തീർച്ചയായിട്ടും ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡാണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിന് ശേഷം നടപടി സ്വീകരിക്കും. ഇല്ല, അതുകൊണ്ട് ട്രൈബ്യൂണലിന്റെ ഉത്തരവുമായി വരുന്നുണ്ട് പറയാം. അതായത് DHSന്റെ ഇപ്പോൾ കസേലയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടിയിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല, ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇത്രയും ഇതിനെക്കുറിച്ച് പറയാം. ഇന്ന് ചില ചാനലിൽ വാർത്ത ഉണ്ട്, പക്ഷെ അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നവരെ ഒന്നും ചെയ്യാനില്ല. ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, അത് നോക്കിയിട്ട് ചെയ്യാം. എങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ച ബജറ്റ് പ്രഖ്യാപനം എക്സൈസ് വകുപ്പോ മന്ത്രിയോ അറിയാതെയാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. അത് ആരോപണങ്ങളാണ്. എക്സൈസ് മന്ത്രി അങ്ങനെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.